ഹായ്, ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഹീറ്റ് പ്രോസസ്സിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദി ഡി വാല്യൂ റെപ്രസെൻറ്റ് ഇൻ ഹീറ്റ് പ്രോസസ്സിങ്? എപ്പോഴും ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡസ് ദ ഡി വാല്യൂ റെപ്രസെൻറ്റ് ഇൻ ഹീറ്റ് പ്രോസസ്സിങ്? ഹീറ്റ് പ്രോസസ്സിങ്ങിൽ ഡി വാല്യൂ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമ്മൾ ഇന്നലെ പറഞ്ഞു ഡെസിമൽ റിഡക്ഷൻ ആണ്, ഡെസിമലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡെസിമൽ റിഡക്ഷനെയാണ് ഡി വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, time required to kill 90% of microorganisms at a specific temperature. Time required to kill 90% of microorganisms at a specific temperature ആണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ്, time required to kill all microorganisms at a specific temperature. എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും കിൽ ചെയ്യാൻ. തേർഡ് ഓപ്ഷൻ, അതായത് സി ഓപ്ഷൻ വരുന്നത് time required to reduce microorganism by half. അല്ലെ, എടുക്കുന്ന സമയം മൈക്രോ ഓർഗാനിസത്തിന് പകുതിയാക്കാൻ 50% ആക്കാൻ എടുക്കുന്ന സമയം. ഇതാണെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന് 100% കിൽ ചെയ്യാൻ എടുക്കുന്ന സമയം. ഇത് 50% കിൽ ചെയ്യാൻ എടുക്കുന്ന സമയം. ഇത് ടൈം അവസാനത്തെ ലാസ്റ്റ് ഓപ്ഷൻ ഡി ഓപ്ഷൻ മീൻസ് ടൈം റിക്വയർഡ് ടു അച്ചീവ് സ്റ്റെറിലൈസേഷൻ. കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ അച്ചീവ് ചെയ്യണം. അതായത് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു 100% കില്ലിങ്ങും വരും, അതുപോലെ എന്താണ് കംപ്ലീറ്റ് റിമൂവൽ ഓഫ് സ്പോർട്സും ആണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. അതായത് 100% കില്ലിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസം, 100% റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസം വിത്ത് സ്പോർട്സ് ആണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേർഡ് വരുമ്പോൾ തന്നെ നമ്മളത് ഉദ്ദേശിച്ചോളണം. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് കില്ലിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസം വിത്ത് സ്പോർട്സ് ആണ്. കംപ്ലീറ്റ് റിമൂവൽ ഓഫ് മൈക്രോബിയൽ പോപ്പുലേഷൻ അറ്റ് ദാറ്റ് കമ്മ്യൂണിറ്റി ആണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, ഇത് 90%, ഇത് 100%, ഇത് 50%, ഇത് 100% അല്ലേ. അപ്പൊ ഏത് ഓപ്ഷനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡെഫിനിഷൻ പഠിച്ചത്? ഡി വാല്യൂ മീൻസ് ഡെസിമൽ റിഡക്ഷൻ ടൈം എന്ന് പറയുന്നത് സമയമാണ് അല്ലെ. ടൈം റിക്വയർഡ് ടു കിൽ 90% ഓഫ് മൈക്രോ ഓർഗാനിസം അറ്റ് എ സ്പെസിഫിക് ടെമ്പറേച്ചർ. 90% ഓഫ് മൈക്രോ ഓർഗാനിസം അറ്റ് എ സ്പെസിഫിക് ടെമ്പറേച്ചർ. അപ്പൊ ആൻസർ ഏത് വരും? എ ഓപ്ഷൻ വരും അല്ലേ. എ ഓപ്ഷൻ ഇത് കറക്റ്റ്. അതിന്റെ ഡെഫിനിഷനാണ്. എന്താണ് ടൈം required to kill 90% of microorganism. 90% മാത്രമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഡി വാല്യൂവിൽ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 90% മൈക്രോബിയൽ പോപ്പുലേഷനെയും റിമൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡി വാല്യൂ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ. ഓക്കെ.